ഹലോ ഗായ്സ്, ഈ കോഴിക്കാലുകൾ കണ്ടിട്ട് എനിക്ക് കഴിക്കാനുള്ളതാണെന്ന് വിചാരിക്കരുത്. ഇത് നന്നായിട്ട് നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് ചിലർ പിന്നെ അതിൻ്റെ നഖം ആദ്യം പോകുന്നവരുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഡോഗിനും കുറച്ച് പൂച്ചകളുണ്ട് വീട്ടിൽ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു കുക്കറാണിത്. അപ്പോൾ ആ കുക്കറിലാണിത് വേവിച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം അത്യാവശ്യം മഞ്ഞൾപ്പൊടി മാത്രം മിക്സ് ചെയ്യുക, വേറെ ഒന്നും ഇതിലിടരുത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 4 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ നന്നായിട്ട് വേവിക്കണം. എന്നിട്ട് നമുക്ക് നഖം വെട്ടാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെ നഖം വെട്ടിയെടുത്ത് നമ്മൾ പേപ്പറിലോ എന്തെങ്കിലും കണ്ടിട്ട് കളയുക. എന്നിട്ട് ബാക്കിയുള്ള ഈ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരുമിച്ച് കൊടുക്കാണ്ട്. ഇപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്, എൻ്റെ വീട്ടിലൊരു നായയും കുറച്ച് പൂച്ചകളുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക, ഒറ്റയടിക്ക് കൊടുക്കണ്ട, അവർക്ക് വയറിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരുമിച്ച് കാണിക്കുന്നതെന്നുള്ളൂ, ഒരുമിച്ച് കൊടുക്കുന്നില്ല. പിന്നെ പാത്രത്തിൽ നമുക്ക് അവർക്ക് ഒരാൾക്ക് ഒരു പാത്രത്തിൽ നിന്ന് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കിട്ടൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു സാധനം മാത്രമാകുമ്പം. അപ്പോൾ അതുകൊണ്ടാണ് നിലത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പം എല്ലാവർക്കും കിട്ടും. അപ്പം എന്താ വെച്ചാൽ നായകൾക്ക് ഇങ്ങനെയാണല്ലോ, അവരെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യമായിരിക്കില്ല. അപ്പോൾ ഞാൻ പൂച്ചകൾക്ക് വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പിയായി. ഈ ഒരു സാധനം ഇപ്പം നാളെ മറ്റന്നാളൊക്കെ കുറച്ച് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കേ വാങ്ങി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇത് അവരുടെ എന്താ പറയുക, ശരീരത്തിന് നല്ല പ്രോട്ടീൻസൊക്കെ കൊടുക്കുന്ന ഒരു സംഗതിയാണെന്ന് കേട്ടിട്ടുണ്ട് വീഡിയോസിൽ. ഇതിന് മുമ്പ് ഞാൻ ഇത് കൊടുക്കാറുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ അരുമകൾക്കൊക്കെ നിങ്ങളിത് കൊടുക്കുന്നുണ്ടെന്ന്